ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? അത്യാവശ്യം പണമുള്ള വാപ്പാൻ്റെ മോളെ കിട്ടുക എന്നുള്ളതല്ല. ഇന്ന് പലരും തെറ്റിദ്ധരിച്ചതും ആ വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ വലി മാലിഹ, പണമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വലി ജമാലിഹ, നല്ല സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വലി ഹസബിഹ, പേരുകേട്ട തറവാട്ടിലെ വാപ്പാൻ്റെ മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ സ്വന്തം സ്വഭാവത്തിലെ ഈമാനിൻ്റെ ശുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യാന്ന് പടച്ചോനെ സാക്ഷി നിർത്തി പറയാൻ നിങ്ങൾക്ക് ആർക്ക് പറ്റുന്നോ അവരാ ഏറ്റവും ഉത്തമയായ സ്ത്രീകൾ. അവരാ ഈ ദുനിയാവിൽ പടച്ചോൻ സൃഷ്ടിച്ചവരിൽ വെച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ. വൽമർഅത്തു സ്വാലിഹ, ദുനിയാവിൽ പല ആണുങ്ങൾക്കും പലതും കിട്ടും, പല കോലത്തിലുള്ളതും കിട്ടും. പക്ഷേ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അള്ളാഹുവിനെ ഭയപ്പെടുകയും പടച്ച റബ്ബിനെ സ്നേഹിക്കുകയും ആ സ്നേഹത്തോടുകൂടി നല്ലൊരു ഭാര്യയായി അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തവരാ. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു അപകട മരണം ഉണ്ടായി. ഇക്ര ഹോസ്പിറ്റലിലേക്ക് ഭാര്യയും ഭർത്താവും കൂടിയും കയറി വരിക. എരഞ്ഞിപ്പാലത്ത് ബസ്സിറങ്ങി. ഇതാണ് ഉണ്ടായ കഥയാണ് കേട്ടോ. ആ മനുഷ്യൻ ഇപ്പോഴും നെഞ്ചു പൊട്ടിയിട്ട് ആ കഥ പറയാറുണ്ട്. രണ്ടു പേരും കൂടിയും വാഹനത്തിൽ നിന്നിറങ്ങി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭർത്താവിൻ്റെ ചെക്കപ്പിന് കൂടെ പോയതാ ഭാര്യ. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വരുന്നത് ഭാര്യ കണ്ടു. തൻ്റെ മുൻപിലുള്ള ഭർത്താവിനൊരു തള്ള് അവൾ തള്ളിയിട്ടുണ്ടാ ഉമ്മ. പക്ഷേ ആ ഓട്ടോ ലക്ഷ്യം തെറ്റി വന്നിടിച്ചത് ഈ ഉമ്മാനെയാ. ആ എരഞ്ഞിപ്പാലത്തെ ജംഗ്ഷനിൽ കയ്യും കാലും ഒന്നും ചോര പൊടിഞ്ഞ് വായിൽ നിന്നും രക്തം വന്ന് കിടക്കുന്ന ആ ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ച് എന്തോന്ന് പറയാൻ നോക്കിയെന്ന. ഇപ്പോഴും ആ ഭർത്താവ് പറയലുണ്ട്, എനിക്കിൻ്റെ ദുനിയാവിൽ പടച്ചോൻ തന്നത് ഏറ്റവും ഹൈറിൻ്റെ മക്കളാന്ന് ഞാൻ പറയൂല. ഓളായിരുന്നു എൻ്റെ ധൈര്യം, ഓളായിരുന്നു എൻ്റെ ധൈര്യം. അതെന്തുകൊണ്ടാണെന്നറിയോ ഉസ്താദെ? രാത്രി ഞാനൊന്ന് കുരച്ച് നെഞ്ചിങ്ങനെ തടവുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അങ്ങക്കൊരു ചുമാന്ന് ചോദിക്കാൻ ഓളിൻ്റെ കട്ടിലിൻ്റെ അടുത്തില്ല. അവസാനം ഞാൻ 2 അടി എഴുന്നേറ്റ് നടന്നിൻ്റെ മേശപ്പുറത്ത് കൈകൊണ്ട് ഇങ്ങനെ പരതി നോക്കുമ്പം ആ മേശപ്പുറത്ത് എനിക്ക് ഇരുട്ടത്ത് എഴുന്നേറ്റ് നടക്കുമ്പം കണ്ണട അത്യാവശ്യമാണെന്നുള്ളത് കൊണ്ട് ആ കണ്ണട എടുത്തു വെക്കുന്ന ഓളില്ലാത്തതിൻ്റെ കുറവ് അന്ന് ഞാൻ അനുഭവിച്ചു. അവസാനം മര്യക്കള വാതിലിൻ്റെ അടുത്ത് ചെന്ന് വാതിലിൻ്റെ ഒരു മുട്ടുമുട്ടി, 2 മുട്ടുമുട്ടി. അവസാനം തുറക്കാതായപ്പം തിരിഞ്ഞു നടക്കുമ്പം ആ വാതിൽ തുറന്ന് വെറുപ്പോടുകൂടി നട്ടപ്പാതിരിക്ക് എന്തിനാ നിങ്ങൾ മുട്ടിയതെന്ന് ചോദിക്കുന്ന മക്കളെ മുൻപിൽ അവളെ വില എനിക്ക് മനസ്സിലായി. ഇപ്പോഴും എനിക്കുള്ളൊരു സങ്കടം, അവസാനം എൻ്റെ കൈമന്നോട് പെടഞ്ഞ് അള്ളാൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഓക്കെന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു, അത് കേൾക്കാനുള്ള അവസരം പടച്ചോൻ തന്നിരുന്നെങ്കിൽ എന്നു പറഞ്ഞിട്ടാ ആ 65 വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും ഹൈറ് അള്ളാനെ ഭയപ്പെട്ട് ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർന്ന് പടച്ച റബ്ബിൻ്റെ സ്വർഗം പ്രാർത്ഥിച്ച് കൂടെ നിൽക്കുന്നൊരു പെണ്ണ. ആ പെണ്ണിനൊരാണ് മറക്കൂല. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അങ്ങനത്തെ ഒരു പെണ്ണിനെ ആണിന് മറക്കാനും പറ്റൂല. അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ഖദീജ റളിയല്ലാഹു തആല ഓർത്ത് കരഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട്. നമുക്കിതൊക്കെ ഒരു കഥ മാത്രമായിരിക്കും. പക്ഷേ ചിന്തിക്കേണ്ടത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് ആ ബദറിൽ നിന്നും പിടിക്കപ്പെട്ട ആളുകളെ അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ മുൻപിൽ കൊണ്ടുവരപ്പെട്ടു. എന്തെങ്കിലും പകരം കൊടുത്താൽ അഥവാ മോചനദ്രവ്യം കൊടുത്താൽ മോചിപ്പിക്കാം എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് കൽപ്പന കൊടുത്ത് കാത്തിരിക്കുമ്പം മോചനദ്രവ്യം വാങ്ങി വന്ന സഹാബത്തിൻ്റെ കയ്യിൽ ഒരുപാട് മാലക്കിടയിൽ അടിയിലൊരു മാല തൂങ്ങിക്കിടക്കുന്നത് കണ്ട് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും പ്രവാചകൻ എന്തോ കണ്ട് ഭയപ്പെട്ടവനെ പോലെ ഓടി വന്നോന്നാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓട്ടം കണ്ട് സഹാബാക്കൾ അമ്പരന്ന് നിൽക്കുമ്പോൾ മോചനദ്രവ്യമായി പിടികൂടപ്പെട്ട മാലയുടെ കൂട്ടത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു കറുത്ത മാല അഥവാ ഒരു കറുത്ത അടയാളത്തിലുള്ള മാല വലിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലുള്ള കയ്യിൽ പിടിച്ച് വിതുമ്പിക്കരയാൻ തുടങ്ങി. ഒരു പേര് കേൾക്കുമ്പോഴേക്കും റസൂലുള്ള കരയും. ആ പേരിൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും അള്ളാഹിൻ്റെ റസൂല് കരയും. ആ പേരിനെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുമ്പോഴേക്കും അള്ളാഹിൻ്റെ പ്രവാചകൻ നെഞ്ചുപൊട്ടിക്കരയും. ആ മാല പിടിച്ച് കണ്ണുനീരോടെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുൻപിൽ വെച്ച് വിതുമ്പിക്കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആരുടേതാണ് ഈ മാല? എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത്? സഹാബാക്കളിൽ ചിലർ വന്നു പറഞ്ഞു, റസൂലേ, അങ്ങയുടെ മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹായുടെ ഭർത്താവ് യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ദിയാക്കപ്പെട്ട സൈനബയുടെ ഭർത്താവ് മോചനദ്രവ്യമായി തന്നത് ഈ മാലയാ റസൂലേ. അള്ളാഹുവിൻ്റെ നബി ആ മാല അങ്ങനെ പിടിച്ചിങ്ങനെ കരയുക. സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്താ അങ്ങക്കൊരു സങ്കടം?
റസൂലുള്ള അല്പം കണ്ണീരോടെ പറഞ്ഞു, ഇതിൻ്റെ ഖദീജാന്റെ മാലയാ, ഇതിൻ്റെ ഖദീജാന്റെ മാലയാ. ഈ മാല കാണുമ്പോൾ എനിക്ക് എൻ്റെ ഖദീജാൻ ഓർമ്മ വന്നു സഹാബത്തെ. എൻ്റെ സൈനബാനെ കെട്ടിച്ചു വിടുമ്പം ആ സൈനബയുടെ കഴുത്തിലേക്ക് എൻ്റെ കൺമുന്നിൽ വെച്ച് ഖദീജ ഇത് ഊരിക്കൊടുക്കുമ്പം ഞാൻ ഖദീജാനെ നോക്കി കരഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പോരുന്ന ഖദീജ ധനാഢ്യയായിരുന്നു, സമ്പത്തുള്ളവളായിരുന്നു. മക്കയിലെ ഏത് പെണ്ണുങ്ങളും മോഹിക്കുന്ന കോടീശ്വരിയായിരുന്നു എൻ്റെ ഖദീജ. അവസാനം എൻ്റെ കൂടെ കൂടി 15 കൊല്ലത്തെ നുബുവത്തിന്റെ കാലത്തിന് ശേഷം 10 കൊല്ലത്തെ നുബുവത്തിന് ശേഷം എൻ്റെ ഖദീജ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അവസാനം ഖദീജാന്റെ കഴുത്തിലാകെയുള്ള ഈ മാല സൈനബ കൂരിക്കൊടുക്കുന്ന ആ രംഗം അതിൻ്റെ മനസ്സിൽ വന്നു സഹാബത്തെ. എനിക്കിൻ്റെ ഖദീജക്ക് പകരം ആകാശം ഭൂമി പടച്ചോൻ തരാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഖദീജാനെ മാത്രമേ തിരിച്ചു ചോദിക്കൂ. തരുമെങ്കിൽ റബ്ബേ എനിക്കിൻ്റെ ഖദീജാനെ ഇങ്ങി തിരിച്ചു തരണേ. ഉമ്മാരേ, ഭാര്യമാരേ, ഒരു ഭാഗ്യാണത്. കെട്ടിയ ആണിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഭാഗ്യം, അതുണ്ടാക്കാനായി ഈ ദുനിയാവിൽ പടച്ചോൻ നിങ്ങൾക്ക് അവസരം തന്നിട്ടുള്ളൂ. ഈ ദുനിയാവിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നും നിങ്ങൾ ആരൊക്കെ മനസ്സിൽ രോമാഞ്ചുണ്ടാക്കിയെന്നും അല്ലാഹു തആല ചോദിക്കൂല. മറിച്ച് നിങ്ങൾക്ക് മഹർ തന്നു കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റുമോ? ആ ഭാര്യയോടൊപ്പം പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങളെ മുന്നിൽ നിർത്തി അള്ള വിചാരണക്ക് ചെയ്യുമ്പം അവളുടെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തനായിരുന്നു റബ്ബേ എന്ന് ഒരാണെങ്ങാനും റബ്ബിനോട് പറഞ്ഞാൽ അവളുടെ സ്വഭാവം, അവളുടെ ക്ഷമ, അവളുടെ വിനയം, അവളുടെ ചേർന്ന് നിൽക്കൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് തന്ന സപ്പോർട്ട് നാദാ എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹാബത്തിൻ്റെ പെൺമക്കളുടെ മുഖത്ത് നോക്കി സൂചിപ്പിച്ചു, നിങ്ങൾക്ക് സ്വർഗമല്ലാതെ അള്ളാഹു മറ്റൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൾ കണ്ടിട്ട് വെറുത്ത് ജീവിക്കുന്നോളല്ല. ഇന്ന് അങ്ങനെ ഉണ്ട് ചില ഭാര്യമാര്. മൂപ്പര് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാ, മൂപ്പര് ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാ. അല്ല, ജീവിതത്തിൽ ഭർത്താവിൻ്റെ കോലത്തിലും അള്ള പരീക്ഷിക്കും, ഭാര്യൻ്റെ കോലത്തിലും പടച്ചോൻ പരീക്ഷിക്കും, മക്കളെ രീതിയിലും പടച്ചോൻ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുമ്പോഴേക്കും നമ്മക്കേ അതുള്ളൂ എന്ന് ചിന്തിക്കരുത്. അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദുനിയാവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ പടച്ചോൻ പലതും തരും, പല പരീക്ഷണങ്ങളും അള്ളാഹു തരും. ആ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ത്യാഗം, സമാധാനം എന്താണെന്നറിയോ? എനിക്കെൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്നുള്ള ചിന്തയാ. അല്ലാതെ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൊണ്ടും മക്കളെ സ്വഭാവക്കേടുകൊണ്ടും കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ടും ചെറിയ അസ്വസ്ഥതകളും സൂക്കേടുകൾ ഉണ്ടാകുമ്പോഴേക്കും എനിക്കേ പടച്ചോൻ ഇതൊക്കെ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കണ്ട. മറിച്ച് ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം തഖ്വയോടുകൂടി സ്വന്തം കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവരെയാണ് അള്ളാഹു ഉത്തമയായ കുടുംബസ്ത്രീ, ഉത്തമയായ ഭാര്യ എന്നടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ തിരുദൂതനെ പറ്റിയിട്ട് പറയുന്നില്ലേ, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായതിനു ശേഷം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്ന് കരയുക. അത് കണ്ടപ്പം പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉമ്മാങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹിൻ്റെ മരണാണോ? ആയിഷ ബീവി പറഞ്ഞു, അല്ല, പിന്നെ എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറയുന്നുണ്ട്, വയറ് നിറച്ചിൻ്റെ റസൂലിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. പലപ്പോഴും ഒരു കാരക്ക കൈമ കിട്ടുമ്പം അതിൻ്റെ 3/1 ചീന്തിയെടുത്ത് ഒന്ന് റസൂലുള്ളാഹിക്കും ഒന്ന് ഹസൻ ഹുസൈൻ എന്ന പ്രവാചകൻ്റെ പേരക്കുട്ടികൾക്കും ഒന്ന് ആയിഷ ബീവിയും കഴിച്ച ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. വയറ് നിറച്ച് എൻ്റെ ഹബീബിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഒന്നും മനസ്സമാധാനത്തോടെ ഭർത്താവിൻ്റെ അരികിലിരുന്ന് ഒരു ഭക്ഷണം വാരിക്കൊടുക്കുക അല്ലെങ്കിൽ എടുത്തു കൊടുത്ത് ഒരു 5 മിനിറ്റ് മനസ്സമാധാനത്തോടെ അയാളെ നോക്കിയിരിക്കുന്ന നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് ദിവസം ഇക്കഴിഞ്ഞ ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഭർത്താവിൻ്റെ അരികിൽ നമ്മളൊന്ന് ഇരുന്ന് അയാളെ വേദനയെപ്പറ്റി ചോദിച്ച്, ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയാറുള്ളത്, ഏതാണുങ്ങൾക്കും സങ്കടങ്ങളുണ്ട്, ഏതാണുങ്ങൾക്കും 5 ഉറുപ്പ്യ ഉണ്ടാക്കാനുള്ള വെപ്രാളമുണ്ട്. നാട്ടിൽ കൈക്കോട്ടെത്താൻ പോകുന്നവന് ചൂടും വെയിലും ഉണ്ട്, എന്നാൽ എസിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നവന് കച്ചവടം നടക്കാത്തതിൻ്റെ അകവും പുറവും ബേജാറുണ്ട്. ഏതാണിനും അവൻ്റെ നെഞ്ചരിച്ചിലോടുകൂടെയാ 5 ഉറുപ്പ്യ കൈമ കിട്ടുന്നത്. ഒരാണൊരു ഉറുപ്പ്യ ഉണ്ടാക്കുന്നത് ഓൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നേ. ജീവിതത്തിൽ ഒരിക്കലും ഓനൊരു പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല, ഒരു ഭാര്യമാർക്കും ഓൻ സ്ഥാനം കൊടുക്കൂല. എന്നിട്ടും പകലന്തിയോളം മേലും കയ്യും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി കിട്ടാവുന്നത് സ്വരൂക്കുട്ടി വെക്കുമ്പം ഒരാണിനൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ, ഉമ്മാരെങ്ങൾ പട്ടിണി കിടക്കല്ലെന്ന്, നിങ്ങൾ മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്ന്, നിങ്ങളെ കുടുംബക്കാരുടെയിലും ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഇടയിലും നിങ്ങൾ നാണം കെടരുത് എന്ന്.
നിങ്ങളും മക്കളും സമാധാനത്തിൽ തിന്നു ജീവിക്കണം എന്ന്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ കണ്ണീരോടെ പറഞ്ഞതും, എൻ്റെ റസൂലുള്ളാക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുന്നവളാ, ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവളാ.